ലക്ഷ്യങ്ങൾക്കെതിരായി ശബ്ദമുയർത്തിയതിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടുപോയ എന്നെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യുന്നവന് കൂലി കിട്ടും എന്ന വിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയ വലിയൊരു വേദിയായി BJPയിൽ സ്പേസ് ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഇന്ത്യയുടെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ വികസന പദ്ധതികൾക്ക് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് ആരാധ്യനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വികസനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ചുക്കാൻ പിടിക്കാൻ കൂടെ ഒരു പ്രവർത്തകനായി എന്നും ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എന്നോടൊപ്പം BJPയിലേക്ക് വന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്വാഗതവും ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ BJPയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് എൻ്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ഏപ്രിൽ 21 മുതൽ മെയ് ഒരു 10-12 വരെ നടന്ന വികസിത കേരളം കൺവെൻഷൻ 30 ജില്ലയിൽ ഞാൻ പോയി ഈ വികസിത കേരള കൺവെൻഷനിൽ പങ്കെടുത്തു, സംസാരിച്ചു. ഇതിൽ ഞങ്ങൾ പറഞ്ഞത് മാറാത്തത് ഇനി മാറും എന്ന് ഒരു മുദ്രാവാക്യം ആണ് മുമ്പോട്ട് വെച്ചത്. വികസനം കൊണ്ടുവരാൻ BJPൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം ആയിട്ടാണ് ഞങ്ങൾ വികസിത കേരളം കൺവെൻഷൻ അറേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നതും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും, നമ്മുടെ യൂത്തിൽ ഈ വികസിത കേരളം എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടിന് ഏറ്റവും വലിയൊരു പങ്കാളിയായ ഒരു യൂത്ത് സെഗ്മെന്റ് BJPൻ്റെ ഈ ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെ ഒപ്പം അവര് വരാനും ഒരു പങ്കാളിയാവാനും അവർക്ക് ഒരു വളരെ എന്തൂസിയാസം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വികസിത കേരളം, അപ്പൊ ഇന്ന് ഷാഹിൻ ലാലും അദ്ദേഹത്തിന്റെ ഒപ്പം ഈ ഒരു യൂത്ത് ടീം വരുന്നത് ഇതിന്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഇത് പാർട്ടിന്റെ ഒരു ദൗത്യം, ഒരു ലക്ഷ്യമാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ട ഒരു മാറ്റമാണ്. അപ്പോ ഈ വികസിത കേരളം എന്ന ഒരു പ്ലാങ്ക് ആണ് ഞങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ, അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാങ്കും ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്ലാങ്ക് ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതുവരെ ചെയ്ത നരേന്ദ്രമോദിജിന്റെ സർക്കാരിന്റെ കാര്യങ്ങളും പ്രോജക്ട്സും പദ്ധതികളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ കാഴ്ചപ്പാട് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റ്, തൊഴിൽ, സ്കില്ലിംഗ്, അതിനെക്കുറിച്ച് ഞങ്ങൾ ഈ വരുന്ന മാസത്തിൽ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അതൊന്നും. രണ്ടാമത്തെ കാര്യം, ഞാനിത് വികസിത കേരളം കൺവെൻഷന്റെ സമയത്തും പറഞ്ഞു, ഇന്ന് പറയുന്നു, 26-ാം തീയതി ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM സർക്കാർ അവരുടെ 9ാം കൊല്ലത്തിന്റെ ആഘോഷം ഒരു പ്രോഗ്രാം നടപ്പാക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീഡിയയിൽ നിന്ന്
എന്നെ ഇൻവൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ 2016 ജനങ്ങള് വിശ്വസിച്ചൊരു അവസരം കൊടുത്ത ഈ മുഖ്യമന്ത്രിയുടെ സർക്കാരിന് എന്താണ് ആഘോഷിക്കാൻ ഉള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ആശാ വർക്കേഴ്സ് ആണോ, KSRTC ജീവനക്കാരാണോ, CPO എക്സാം പാസ് ചെയ്ത യുവാക്കളാണോ, കർഷകരാണോ? ഇവിടെ ആരും ആഘോഷിക്കുന്നത് ഞാൻ കാണുന്നില്ല, നിങ്ങൾ ആരും കാണുന്നില്ല. അപ്പോ ഇത് എന്തിന്റെ ആഘോഷമാണെന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 26-ാം തീയതി ഞങ്ങളുടെ പാർട്ടി BJP സംസ്ഥാന പാർട്ടി ഞങ്ങൾക്കൊരു ഒരു പ്രോഗ്രാം നടത്തും. ഈ കഴിഞ്ഞ 9 കൊല്ലം ഈ സർക്കാർ ചെയ്യാത്ത പണികളും വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാത്ത കാര്യങ്ങളും ഈ 9 കൊല്ലം ഈ നാടിന്റെയും സംസ്ഥാനത്തിന്റെയും ഇക്കോണമിയെ നശിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ഫാക്റ്റായിട്ട്, പൊളിറ്റിക്കൽ റെട്ടറിക് അല്ല, സ്ലോഗൻ അല്ല, ഒരു അട്ടർ ഫെയിലിയർ, ഒരു നഷ്ടപ്പെട്ട ദശകം ആണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 9 കൊല്ലം, ഈ വരുന്ന ഒരു ബാക്കിയുള്ള ഒരു കൊല്ലം ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. 26-ാം തീയതി ഞങ്ങൾ ഈ ജനങ്ങളുടെ മുമ്പിൽ പോയി ഈ 9 കൊല്ലം എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. മൂന്നാമത്തത്, ഈ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും അറിയും ബിന്ദുജിന്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ CPM സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്റർ. 15 ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബിന്ദുജി ഒരു പരാതി കൊടുത്തു, അതിനൊന്നും ചെയ്തില്ല. പോലീസ് കമ്മീഷണർ ഒരു പരാതി കൊടുത്തു, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ ആഘോഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഹോം മിനിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ നടത്തി, എന്ത് ചെയ്തില്ല, എന്ത് ചെയ്തു, ഞാൻ അദ്ദേഹത്തോട് എന്റെ റിക്വസ്റ്റ്, ബഹുമാനപ്പെട്ട റിക്വസ്റ്റ്, എന്തുകൊണ്ടാണ് ഒരു ദളിത് സമുദായത്തിന്റെ ബിന്ദുജിന്റെ പരാതി അദ്ദേഹത്തിന്റെ ഓഫീസിന് 15 ദിവസം ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് അങ്ങനെ വിട്ടത്? പോലീസ് കമ്മീഷണർ ഇന്ന് പറയുന്നു ഈ SIനെ സസ്പെൻഡ് ചെയ്യുന്നു, മറ്റേ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നു. ആരാണ് ഹോം മിനിസ്റ്റർ? അപ്പൊ ഹോം മിനിസ്റ്റർ അല്ലേ രാജിവെക്കേണ്ടത്? മകളുടെ കമ്പനിയിൽ കാശ് വരുമ്പോൾ SFI ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ? രാജിവെക്കണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ചെയ്യുന്നില്ല. എന്നിട്ട് ഹോം മിനിസ്റ്ററായ മുഖ്യമന്ത്രി ഇത് സ്ക്വയർലി അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, ചുമതലയാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും പറയുന്നില്ല. എന്നിട്ടാണ് പറയുന്നത് ആഘോഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ആഘോഷിക്കുന്ന സമയമല്ല, ഇത് മാറ്റം കൊണ്ടുവരാനുള്ള സമയമാണ്. ഈ പഴയ എത്രയോ കൊല്ലം നടക്കുന്ന ഒരു രാഷ്ട്രീയം ഈ നാട്ടിൽ വാഗ്ദാനം കൊടുക്കുക, വിഷം നിറയ്ക്കുക, ജനങ്ങളുടെ മനസ്സിൽ നുണ പറയാ, വാക്ക് പാലിക്കാണ്ട് 9 കൊല്ലം കഴിഞ്ഞൊരു ആഘോഷം, ഇതിലെല്ലാം മാറ്റം കൊണ്ടുവരാണ് BJP ഇതൊരു കാഴ്ചപ്പാടും ആഗ്രഹവും താല്പര്യവും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു സംശയമില്ല, ഈ വികസിത കേരളം എന്ന ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയ പങ്കാളിയായിട്ടാണ് യൂത്ത് കമ്മ്യൂണിറ്റി, നമ്മുടെ കേരളം മൊത്തം യൂത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഷാഹിൻ ലാലിന്റെ ജോയിനിങ് അതിന്റെ ഒരു സിമ്പിളാണ്. ഈ യൂത്ത്
BJPന്റെ ഈ വികസിത കേരളത്തിന്റെ പങ്കാളിയായിട്ട് നമ്മൾ ഈ വികസന കേരളം സൃഷ്ടിക്കും എന്നാണ് എൻ്റെ ഒരു ബിലീഫ്. പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. അത് ഞങ്ങൾ ഉച്ചയ്ക്ക് അതിനൊരു ഫോർമൽ ഒരു പ്രസ് റിലീസ് അതിന്റെ പേരും എല്ലാം ലൊക്കേഷനും എല്ലാം പറയും. അത് പേര് എന്താണെങ്കിലും ഇത് നഷ്ടപ്പെട്ട ദശകത്തിന് ഒരു പ്രോഗ്രാമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിന് മാർക്ക് ചെയ്യാൻ ഒരു പ്രോഗ്രാം ആയി അതിനൊരു പേര് ഞങ്ങൾ തരുന്നുണ്ട്. അത് ഞാൻ ഉച്ചയ്ക്ക് പറയാം. ചർച്ച ചെയ്തതാണ് എന്താണ് അതിനോട് പ്രതികരണം. ഒപ്പം തന്നെ കേന്ദ്രം ഇൻസെന്റീവ് അവർക്ക് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റ് പ്രഖ്യാപിച്ച് 2 മാസത്തിൽ അതിലൊരു തീരുമാനമായിട്ട് അവർ മൊത്തത്തിൽ നിരാശയാണ്. ഇതില് സംസ്ഥാന സർക്കാർ ആശാ വർക്കേഴ്സ് ആണോ, KSRTC ആണോ, ഗവൺമെന്റ് പെൻഷനേഴ്സ് ആണോ, ആരാണെങ്കിലും അവർക്ക് കാശ് കൊടുക്കുന്നില്ല. ഒരു 100 രൂപ വർദ്ധിക്കുന്ന ഒരു ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റുന്നില്ല. അത് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നു. ഇതില് ഹെൽത്ത് മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞത് ഞങ്ങൾ ആശാ വർക്കേഴ്സിന്റെ നാഷണൽ പ്രോഗ്രാം റിവ്യൂ ചെയ്യാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഇവിടെ ട്വിസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് കാശ് തരുന്നു പറഞ്ഞ് ഇവരിങ്ങനെ ഓരോ പ്രൊപ്പഗൻഡ ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞു, ആശാ വർക്കേഴ്സ് ഈ സ്റ്റേറ്റിന്റെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് അല്ലേ. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു, അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ആദ്യം കാശ് കൊടുക്കുക, അവർ ശമ്പളം വർദ്ധിക്കുക. അതിന് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് അവിടെ പോയിട്ട് അതിന്റെ പരിഹാരം ഉണ്ടാക്കാനും അവർ പരിഹരിക്കാനും. പക്ഷെ ചെയ്യുന്നില്ല. ഡിസ്പ്യൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങളെ ആണ് ഇത് അവരെ സഫറിംഗ് ആണ് ഇത് കാണാൻ ഇങ്ങനൊരു ആഗ്രഹം. ഒരു ചെറിയ 100 രൂപ വർദ്ധിക്കണമെന്ന് അവർ ചോദിക്കുന്നു. ഇത് കാശ് കൊടുത്ത് സംസ്ഥാന സർക്കാരും സെൻട്രൽ ഗവൺമെന്റ് ഒപ്പം ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് നോക്കാം. ഞാൻ തയ്യാറാണ് അവിടെ പോയി ആ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ. അങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അല്ല, ആ റിവ്യൂ നടക്കും. അത് നടക്കുന്ന സമയത്ത് നടക്കും. അത് നഡ്ഡാജി പറഞ്ഞല്ലോ, അത് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. അതും ഇതും എന്ത് സംബന്ധം? അത് നേഷൻ വൈഡ് ഒരു പോളിസി. ഇവിടെ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നു. അവര് കഷ്ടപ്പാടും പ്രശ്നങ്ങളും മുമ്പോട്ട് വെച്ച് സമരം ചെയ്യുമ്പോൾ കുറച്ചൊരു ഒരു എന്താ പറയാ, ഒരു എമ്പത്തിയോ ഒരു റെസ്പോൺസ് വേണ്ടേ? ഞാനാണെങ്കിൽ, ഞാൻ മുഖ്യമന്ത്രി അല്ല, ഞാനാണെങ്കിൽ ഞാൻ ചെയ്തേ. എന്നിട്ട് എന്റെ ഡിസ്പ്യൂട്ട് സെൻട്രൽ ഗവൺമെന്റ് അവിടെ പോയിട്ട് ഞാൻ റിസോൾവ് ചെയ്യും. അങ്ങനെ പാവങ്ങൾ ഇങ്ങനെ വെറുതെ അവരുടെ പ്രശ്നം പരിഹരിക്കാണ്ട് ഇങ്ങനെ ഓരോരോ രാഷ്ട്രീയം ചെയ്യല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ ഒരു കഴിവുമില്ല, ഒരു സമയമില്ല. ഒരു അതെ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ള പരിമിതിയും നിങ്ങൾക്ക് അറിയാം. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്. ഇത് കേന്ദ്രത്തിന്റെ സ്കീമാണ് എന്ന കാര്യം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. ഓണററി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളമാണ്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് അവകാശമുണ്ട്, ഓണററി വർദ്ധിപ്പിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഇത് കേന്ദ്ര സ്കീമായിട്ട് കൂടി അവർ തൊഴിലാളികളായി പ്രഖ്യാപിച്ചില്ല. ട്രേഡ് യൂണിയനുകളെല്ലാം, അതായത് EMS പോലും അഭിപ്രായം ഉണ്ടെന്നാണ്. അവരെ തൊഴിലാളികളായി അംഗീകരിച്ചാൽ ഇതൊരു കേന്ദ്ര സ്കീമല്ല ഉള്ള ഹെൽത്ത് വോളണ്ടിയേഴ്സ് എന്നത് മാറ്റി അവരെ തൊഴിലാളികളായി, ലേബറായി അംഗീകരിച്ചാൽ തന്നെ അവരെ അടിസ്ഥാന ശമ്പളം തീരുമാനമാവും. അത്തരം കാര്യങ്ങൾ എടുക്കേണ്ട, നിലപാടെടുക്കേണ്ട കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ പങ്കില്ലേ? കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ലേ? ഞാനത് പറഞ്ഞു. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് എന്താ? അല്ല ഞാൻ പറഞ്ഞത് എന്നെ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ടീമിന്റെ ഒരു അംഗമാണ്. ഇത് സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ അതിന്റെ ആ സ്കീമിന്റെ സർട്ടൻ കോസ്റ്റ് സെൻട്രൽ ഗവൺമെന്റും സർട്ടൻ കോസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ബെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് ഈ സ്കീം മാത്രമല്ലല്ലോ, എത്രയോ സ്കീം ഉണ്ട്. അങ്ങനെ
അപ്പോൾ ഇവരുടെ ട്രേഡ് യൂണിയൻ സ്റ്റേറ്റസോ അവരുടെ സ്റ്റേറ്റസ് വിതിൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഇതിൽ എന്താണ് ഇഷ്യൂ? ഒരു സ്റ്റേറ്റില് സംസ്ഥാന സർക്കാരിൽ ഒരു CPOന് എൻട്രൻസ് എക്സാം പാസ്സായി അവർക്ക് ജോലി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതെങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി? ഞാൻ പറഞ്ഞു ഇതെല്ലാം കോമൺ ത്രെഡ് എന്താണ്? ഇതിന്റെ കോമൺ തീം എന്താ? KSRTCക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിൽ കോമൺ തീം ഉണ്ടെന്ന്. ഞാൻ ട്വിസ്റ്റ് അല്ല ചെയ്യുന്നത്, ഞാൻ ഒരു കോമൺ തീം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇവിടെ കടമില്ലാണ്ട് മുമ്പോട്ട് പോവാൻ സംസ്ഥാന സർക്കാരിന് പറ്റില്ല. അതാണ് സത്യം, മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമായി പറയുന്നത് ഇനി ചർച്ചയില്ലെന്ന്. അപ്പൊ അതായത് സ്റ്റേറ്റ് പ്രവർത്തിപ്പിക്കുന്നുള്ള പ്രതീക്ഷ ഞങ്ങളുടെ പിന്തുണ അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ വെക്കണം. ഇവർക്ക് ഇൻസെന്റീവ് വർദ്ധന അവർക്ക് ഇനി വൈകുമെന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അല്ല, ഞങ്ങളെ പിന്തുണ അവരുടെ ഡിമാൻഡിന് ഞങ്ങളെ പിന്തുണ ആദ്യമുണ്ട്, ഇന്നും ഉണ്ട്. അവർക്ക് നീതി കിട്ടണമെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമിന്റെ റിഫോമിന്റെ ഡിപ്പെൻഡൻസി എല്ലാം സംസ്ഥാന സർക്കാരിന്റെ ആണ് ചുമതല. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ആ ഒരു ഫൈറ്റിന്റെ പിന്തുണ BJP ആദ്യത്തെ ദിവസം സുരേഷ് ഗോപിജിയും അവിടെ പോയിരുന്നു, ഞാനും പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. ആ പിന്തുണ ഇന്നും ഉണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷെ വേറെ എന്തെങ്കിലും ചോദ്യം അവരെ പുറകിലാരും ഈ ദേശീയവാദം ഇപ്പൊ പല സ്ഥലത്തും പ്രശ്നമായിട്ടിരിക്കുകയാണ്. അത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് പറയുന്നു, കേന്ദ്ര സർക്കാരാണ് അത് ചെയ്യുന്നത്, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. പക്ഷേ പലയിടത്തും പ്രശ്നമുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഞാൻ ലൈഫിൽ അധ്വാനിച്ച ഒരാളാണ്. ഇത് ഞാൻ ഇവിടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കാണ്. ഒന്നും ചെയ്യാണ്ട് അവിടുന്ന് വന്ന പദ്ധതിയിൽ ഫോട്ടോ അടിച്ച് ഇത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറയാം. ഇത് ഒരു അൺയൂഷ്വൽ സിറ്റുവേഷൻ. മിഡ് ഡേ സ്കീം ഇവിടുന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നു. ആര് ഇനോഗ്രേറ്റ് ചെയ്യുന്നു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതിൽ 70% കാശും റിസോഴ്സസ് വരുന്ന ആരാ? നരേന്ദ്രമോദിജിന്റെ PM പോഷൻ അഭിയാൻ. ഇന്ന് പോഷൻ അടിച്ചിരുന്ന ആര്യ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്ററിന്റെ. അതിൽ PM-ന് ഒരു പേരുമില്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ പേരുമില്ല. ഇതാണ് നടക്കുന്നത്. ഇത് അല്ല, ഇതിലിപ്പോ കോമൺ സെൻസ്. ഇപ്പൊ രാഷ്ട്രത്തിന്റെ എക്സ്പോർട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആരാണ് നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത്? ഞാനല്ല പറഞ്ഞത്, ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ അസംബ്ലിയിൽ പറഞ്ഞത്. ആകെ ഇവിടെ ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഹൈവേ ആണ്. അത് ഉണ്ടാക്കിയത് നിതിൻ ഗഡ്കരി, നരേന്ദ്രമോദിജി. അത് ഞാനല്ല പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് NDA-ന്റെ ഒരു പങ്കാളി പാർട്ടിയൊന്നുമല്ലല്ലോ, അദ്ദേഹമാണ് പറഞ്ഞത്. ഇതാണ് സത്യം. എന്നിട്ട് ഇതാണ് ആഘോഷിക്കുന്നത്. അത് കോൺട്രാക്ട്. ഓക്കെ, ശരി, താങ്ക് യു, നമസ്കാരം.